ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആർമിയുടെ പുതിയൊരു സ്പെഷ്യൽ എൻട്രി സ്കീമിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ആർമിയുടെ തന്നെ ടെക്നിക്കൽ എൻട്രി എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ ഫീൽഡ് പഠിച്ചവർക്ക് വേണ്ടിയായിട്ട് സ്പെഷ്യലൈസ് ആയിട്ട് അവർ കൊടുക്കുന്ന ഒരു സ്കീം ഓഫ് കാറ്റഗറൈസേഷൻ ആണ് ഈ ടെക്നിക്കൽ എൻട്രി എന്ന് പറയുന്നത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് എക്സാംസ് വരുന്നില്ല, ഡയറക്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് വഴി നമുക്ക് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. SSB ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് രീതിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BTech ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അതിൽ വഴിയാണ്, മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് എൻട്രി കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിനുള്ള ചാൻസ് ഒന്നും കൂടെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ആർമിയിൽ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് ഈ ഒരു ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ള ഇത് വിളിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2025 മെൻ 65th ബാച്ചാണ്. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 65ാമത്തെ ബാച്ചും വിമണിന് വേണ്ടിയിട്ടുള്ള 36ാമത്തെ ബാച്ചുമാണ് ഈ ഒക്ടോബർ 2025 അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്കുള്ള സെലക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. SSCയുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫോർ 65th മെൻ വേരിയസ് പോസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 350 പോസ്റ്റുകൾ എന്തിന് വിളിച്ചിട്ടുണ്ട്, നമ്മുടെ മെൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ വിമൺ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 29 പോസ്റ്റുകളുമാണ് വിളിച്ചിട്ടുള്ളത്. 29 വാക്കൻസീസ് വിമൻസിനും, മെന്നിനാണെങ്കിൽ 350 വാക്കൻസി ആണെന്നുള്ള ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SSCയുടെ വിഡോ കാറ്റഗറി, അതായത് ഇതിൽ തന്നെ ഇവർ നോൺ ടെക്നിക്കലിൻ്റെയും ടെക്നിക്കലിൻ്റെയും ഒരു പോസ്റ്റ് ഒന്ന് വീതം മാർക്കും കൊടുത്തിട്ടുണ്ട്. വിഡോ കാറ്റഗറി, അതായത് ഈ ഡിഫൻസ് പേഴ്സോണൽ, ഇപ്പോൾ ആർമിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെ ഭാര്യമാർ, വിഡോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വാക്കൻസി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒറ്റ വാക്കൻസിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട കാൻഡിഡേറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കലിനാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി എടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ ടെക്നിക്കൽ സ്ട്രീമിനാണെങ്കിൽ ടെക്നിക്കൽ പഠിച്ചിട്ടുള്ളവരായിരിക്കണം, അതായത് BTech എന്തെങ്കിലും കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് വിഡോസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 2 വേക്കൻസീസ് ടെക്നിക്കലിലും നോൺ ടെക്നിക്കലിലും പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് എന്താണ് ടെക്നിക്കൽ സ്കീമിന് വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. 381 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 65ാമത്തെ മെൻ കാൻഡിഡേറ്റ്സിനും 36ാമത്തെ വിമണിൻ്റെ ബാച്ചിലേക്കും വേണ്ടിയാണ് ഈ ഒരു സെലക്ഷൻ വരുന്നത്. ഒക്ടോബർ 2025 സെലക്ഷൻ വരുന്നത്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബിഗിൻ ആയിട്ടുണ്ട്. 7/1/2025 ഈ മാസം 7-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ഓപ്പൺ ആയത്. നിങ്ങൾക്ക് ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. 5/2/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ആലോചിക്കുക, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി കൃത്യമായി പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 5 ആണ് കേട്ടോ. ഈ ജനുവരി 7 തൊട്ട് ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ല. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു എന്തെങ്കിലും പ്രത്യേക ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ഫോം ഫില്ല് ചെയ്യാൻ പറയും, അല്ലാണ്ട് പ്രത്യേകിച്ച് ചാർജസ് പറയുന്നില്ല കേട്ടോ. ഓൺലൈനായിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇന്ത്യൻ ആർമിയുടെ SSCയുടെ ടെക്നിക്കൽ 65 മെൻ ആൻഡ് 36 വിമൻ നോട്ടിഫിക്കേഷൻ 2024 ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഏജ് 20 വയസ്സും മാക്സിമം ഏജ് 27 വയസ്സുമാണ് കേട്ടോ. 20 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അൺമാരീഡ് ആയിരിക്കണം. അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അതുമാത്രമല്ല, ഏജ് റിലാക്സേഷൻ വരെയാണെങ്കിൽ മാക്സിമം ഏജ് SC/STക്ക് ആണെങ്കിൽ 5 വർഷത്തിൻ്റെ ഇളവും കാണും, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിൻ്റെയും കാണും. അപ്പോൾ OBCക്കാർക്കാണെങ്കിൽ മാക്സിമം ഏജ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അൺമാരീഡ് ആയിരുന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടെക്നിക്കൽ സ്ട്രീമിൽ നിന്നാണ് ആളുകൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, സബ്ജക്ട് വൈസ് ആണ് നിങ്ങൾ സ്ട്രീമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്കുള്ള വാക്കൻസി ആണുങ്ങൾക്കാണെങ്കിൽ 75, വിമണിനാണെങ്കിൽ എത്രയാണ് 7 ആണ് കേട്ടോ. 7ഉം 75 വേക്കൻസിയാണ് വരുന്നത്. ഇനി അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, മെറ്റലർജിക്കൽ, ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന കാറ്റഗറിയിൽ. റിമോട്ട് സെൻസിങ്, പ്ലാസ്റ്റിക് ടെക്, ന്യൂക്ലിയർ ടെക്നോളജി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വരുന്നത് 17 മെൻ പോസ്റ്റിലേക്കാണ്. നിങ്ങൾക്ക് ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഏതിലാണോ ഏത് ഇതിലാണോ നിങ്ങളുടെ ടെക്നിക്കൽ ഫീൽഡ് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പോലെയുള്ള മെക്കാനിക്കൽ ഫീൽഡ്, എയറോസ്പേസ്, ഏവിയോനോട്ടിക്കൽ ഫീൽഡാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് 101 വേക്കൻസി ആണുങ്ങൾക്കുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ അത് എത്രയാണ്? 9 വേക്കൻസി ആണുള്ളത്. നമ്മുടെ ഇതിലൊന്നും നമുക്ക് പെൺകുട്ടികൾക്ക് വേക്കൻസി പറയുന്നില്ല. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? 33 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 33 വേക്കൻസി ആണ് പറയുന്നത്. 33 വേക്കൻസി ആൺകുട്ടികൾക്കും 3 വേക്കൻസി പെൺകുട്ടികൾക്കും. ഇനി അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, MSc കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 60 വേക്കൻസി മെൻ കാൻഡിഡേറ്റ്സിനും വിമണിന് 4 വേക്കൻസിയാണ് വിളിക്കുന്നത് കേട്ടോ. അതുപോലെ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഓപ്റ്റിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ പോലെയുള്ള പഠിച്ചതാണെങ്കിൽ 64 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, എക്സാം ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സെമസ്റ്ററുകളുണ്ടല്ലോ, ഇപ്പോൾ 6 സെമസ്റ്ററുകളുള്ള പഠിച്ചവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ 8 സെമസ്റ്റർ വരെ പഠിച്ചവരായിരിക്കും. അപ്പോൾ അതിനെല്ലാം ക്ലിയർ പേപ്പേഴ്സ് ആയിരിക്കണം. നിങ്ങൾ എല്ലാത്തിനും പാസ്സായവരായിരിക്കണം. അതുപോലെ തന്നെ പാസ്സായി നല്ല മാർക്കോടെ പാസ്സാവണം. നിങ്ങൾക്ക് എപ്പോഴും നമ്മളിപ്പോൾ മെറിറ്റ് ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണം. മെറിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 70% മുകളിലോ അല്ലെങ്കിൽ 80% അടുപ്പിച്ച് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ നോക്കുക. നമുക്കറിയില്ല, അവരുടെ ക്രൈറ്റീരിയ ആണ്. എല്ലാം വന്നതിൽ നിന്ന് അവർ സെലക്ട് ചെയ്താണ് ഒരു കട്ട് ഓഫ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഇത്ര കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. ഇതൊരു അപ്ലൈ ചെയ്യാൻ ഫീസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി സെലക്ഷൻ പ്രൊസീജിയർ വരുന്നതൊന്ന് ശ്രദ്ധിച്ചോളുക. ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ കട്ട് ഓഫ് ഇട്ടിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും കേട്ടോ. അവർ എത്രയാണോ വേക്കൻസി ഉദ്ദേശിക്കുന്നത് അത്രയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്തെന്താണ്? സെന്റർ അലോട്ട്മെന്റ് ആണ്. അതായത് സെന്റർ അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ മാത്രം എന്ത് ചെയ്യും? അവർ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുക. നമ്മുടെ SSB ബോർഡാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആഫ്റ്റർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ദ സെന്റർ അലോട്ട്മെന്റ് വിൽ ബി ഇന്റിമേറ്റഡ് ടു ദ കാൻഡിഡേറ്റ് വിയ ദ ഇമെയിൽ. നിങ്ങൾ ഇമെയിൽ കൊടുക്കും, പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്യുമല്ലോ. ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ്, ഇമെയിൽ, നിങ്ങളുടെ നമ്പർ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒന്നീ നിങ്ങളുടെ ഇമെയിൽ വഴി നിങ്ങൾക്ക് മെസ്സേജ് വരും, ഇതാണ് നിങ്ങളുടെ സെന്റർ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ എന്താണ്? നിങ്ങളുടെ SMS വഴി നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങളുടെ സെന്റർ അറിയിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെന്റർ അവർ അറിയിച്ചിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കട്ട് ഓഫ് പെർസെൻറ്റേജ്, അവരൊരു പെർസെൻറ്റേജ് ഇടും. ഈ വന്ന ആവറേജിൽ നിന്ന് ഒരു ആവറേജ് വന്ന എല്ലാവരുടെയും ആവറേജ് എടുക്കുമ്പോൾ ഒരു വാല്യൂ അവർ ഫിക്സ് ചെയ്തിട്ട് കട്ട് ഓഫ് ആയിട്ട് കൊടുക്കും. ആ കട്ട് ഓഫ് അനുസരിച്ചായിരിക്കും ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് ഇട്ടിട്ട് അവരെന്ത് ചെയ്യും? ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ സെന്റേഴ്സ് വരുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സെന്റേഴ്സും കൂടെ ശ്രദ്ധിക്കുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അലഹബാദ് UP-യിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭോപ്പാൽ മധ്യപ്രദേശിലായിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ കർണാടക, ബാംഗ്ലൂർ. നമുക്ക് അടുത്ത് അത് മാത്രമാണുള്ളത് കേട്ടോ. ബാംഗ്ലൂരു, കർണാടക, അല്ലെങ്കിൽ ജലന്ധർഖണ്ഡ് എന്ന് പറയുന്ന പഞ്ചാബിൽ വെച്ച് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 4 സ്ഥലങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ബാംഗ്ലൂരു, കർണാടകയിലുള്ള സ്ഥലമാണുള്ളത്. അപ്പോൾ പോവാൻ ഓക്കെ ആണ്, നിങ്ങൾ റെഡിയാണ്. ഇത്രയും ഒരു 5 days ഇന്റർവ്യൂ ആണ്. SSBയുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ 5 days ഇന്റർവ്യൂ ആണ്. അത് ഇത്രയും സീരിയസ് ആയിട്ട് കണ്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് പോകാവുന്നതാണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ കാണും. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്കിൽസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ കാണും. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ പാനൽ കാണും. ഒരു 5-6 പേര് ഇരിക്കുന്ന പാനൽ കാണും. അവർ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങളിപ്പോൾ സെലക്ട് ആയിട്ടില്ല, ഫസ്റ്റ് ഡേ ഒരായിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു 5 ദിവസം നിങ്ങളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കണം വരാൻ പറ്റുന്നത്. ഓരോ സ്റ്റേജസും എന്താണ്? ഓരോ ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്നാണോ നിങ്ങളുടെ ഫെയിൽ ആവുന്നത് അന്ന് തന്നെ അറിയിച്ച് നിങ്ങൾ അന്ന് തന്നെ എന്ത് ചെയ്യും? പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഇത്രയും സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾ എന്തായാലും നമുക്കറിയാലോ, ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരുപാട് ഇന്റർവ്യൂ സെഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ 5 പേരൊക്കെ ഇന്ന് നിങ്ങളെ ഗ്രൂപ്പായിട്ടിരുന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, റിലവൻറ്റ് ഫാക്റ്റുകളും റിലവൻറ്റ് കേസസ് ഒക്കെ വെച്ചെടുത്ത് വെച്ച് സീരിയസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ വാർ ഫൈറ്റ്സും എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക്
തിരക്കുന്നതാണ്. നിങ്ങൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ എത്ര അറിയുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് വിൽ ബി ഇഷ്യൂഡ് ബൈ റെസ്പെക്റ്റീവ് സെലക്ഷൻ സെന്റേഴ്സ്. ഏത് സെന്റർ ആണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി നിങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എന്താണ്, കാൻഡിഡേറ്റ്സ് വിൽ ബി പുട്ട് ത്രൂ 2 സ്റ്റേജ് സെലക്ഷൻ പ്രൊസീജിയർ. 2 സ്റ്റേജ് സെലക്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1, ദോസ് ഹു ക്ലിയർ സ്റ്റേജ് 1 വിൽ ഗോ ടു സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഏകദേശം ഇന്റർവ്യൂയുടെ തന്നെ ഓരോ ടൈപ്പാണ്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ എല്ലാം ക്വാളിഫൈ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി കൊണ്ടുപോകും. പ്ലീസ് വെച്ച്. പിന്നെ ഇനി എന്താണ്, കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, www.joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് വരുന്നത്. ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്, ട്രെയിനിങ് ആണുള്ളത് കേട്ടോ. വിൽ ബി ഡീറ്റെയിൽഡ് ഫോർ ട്രെയിനിങ് അറ്റ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണ്. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ വെച്ചായിരിക്കും അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഇൻ ദ ഫൈനൽ ഓർഡർ ഓഫ് മെറിറ്റ് ലിസ്റ്റ്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീം വൈസ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് കിട്ടുന്നത്, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീം വൈസ് ഏത് പോസ്റ്റാണ് അവർ തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അതിൻ്റെ ഡ്യൂറേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 49 ആഴ്ചകളാണ്. 49 വീക്സ് എന്നാണ് പറഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ പറയുന്ന പോലെ തന്നെ ഒരു 1 ഇയർ ഗ്യാപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ കാര്യം ആലോചിക്കുക. പിന്നെ എന്താണ്, പ്രൊമോഷൻ ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ആണ്. റാങ്ക് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിലാണ് കയറുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലെത്തും. അത് കഴിഞ്ഞ് ഒരു 6 വർഷം കഴിയുമ്പോൾ മേജർ റാങ്കിങ്ങിലെത്തും. അത് കഴിഞ്ഞ് 13 വർഷം കഴിയുമ്പോൾ ലെഫ്റ്റനന്റ് കേണലാവും. അത് കഴിഞ്ഞ് 26 വർഷം കഴിയുമ്പോൾ കേണലാവും. അങ്ങനെ ബ്രിഗേഡിയർ, മേജർ ജനറൽ, ഇതുപോലെയൊക്കെ ഓരോ എന്താണ് പ്രൊമോഷൻസ് വരുമ്പോൾ ഓരോ കാറ്റഗറൈസേഷൻ കഴിയുമ്പോൾ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഫസ്റ്റ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റനന്റ് എന്ന് പറയുന്ന ഒരു റാങ്കിങ്ങിലേക്കാണ് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാലറി ശ്രദ്ധിച്ചറിയാം, ലെവൽ 10 ആണ് കേട്ടോ ലെഫ്റ്റനന്റിന്റെ റാങ്കിങ്. 56,000 തൊട്ട് 1,77,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജിങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് കയറാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ടെക്നിക്കലിൽ നിന്ന് ഒരു ജോലി നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുക. അതിൽ കയറി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം ഏതിലാണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസുകൾക്കൊക്കെ അപ്ലൈ ചെയ്ത് പഠിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.